ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ അധികാരം, ദൈവ സഭയിൽ ദൈവം പകർന്നിരിക്കുന്ന അധികാരം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനിടയായിട്ടുണ്ടല്ലോ. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക വിഷയം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ സഭയിൽ മാരകമായ പാപം ചെയ്ത ഒരുവനെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള സഭയുടെ അധികാരത്തെക്കുറിച്ച് പൗലോസ് അവിടെ പറയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരാളുടെ ആത്മാവിൻ്റെ മേലുള്ള അന്ത്യന്യായവിധി അല്ല, ആ പ്രത്യേക സമയത്ത് അയാളുടെ പാപത്തിന്മേലുള്ള ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ആത്മാവിൽ കൊരിന്ത്യരോട് കൂടെ ഉണ്ടായിരുന്നു എന്നും ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വേണം അവനെ പുറത്താക്കാൻ എന്നാണ് അവിടെ ആ വിധി കൽപ്പിക്കുന്നത്. അത് ജഡസംഹാരത്തിനായിട്ട് സാത്താനെ ഏൽപ്പിക്കണം എന്നും കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടണം എന്നുള്ളതായിരുന്നു ആ ആഗ്രഹം. അവനോട് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിലല്ല, പ്രത്യുത അവൻ പാപം ചെയ്ത് അങ്ങനെ സഭയിൽ തുടരുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് അവനെ ജഡസംഹാരത്തിനായിട്ട് സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. അഥവാ സാത്താന്റെ പീഡനങ്ങളിൽ കൂടെ, രോഗമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാകുന്ന അനുഭവങ്ങളിൽ കൂടെയോ പിന്നെ അവനൊരു മാനസാന്തരം ഉണ്ടാകണം. അന്ത്യനാളിൽ അവൻ്റെ ആത്മാവ് നിത്യനരകത്തിൽ പോകരുത്. ആ ആത്മാവിന് അവൻ അനുതപിച്ചു വന്ന് ഒരു രക്ഷ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു പൗലോസിന്റെ ആഗ്രഹം. അപ്പോൾ ആ അധികാരം സഭയുടെ മേൽ, വിശ്വാസികളുടെ മേൽ ദൈവം നൽകിയിരിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. കൊരിന്ത്യ സഭയുടെ ആ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ കൃപാവരങ്ങളിൽ ഒന്നും കുറവില്ലാതെ വളരെ നല്ല നിലയിൽ ആരംഭം കുറിച്ച ആ സഭ പിന്നീട് പല പക്ഷങ്ങളായും അതേപോലെ കോടതി വ്യവഹാരങ്ങളായും ഇതുപോലെ ദുർമാർഗം ചെയ്ത ഒരു കൂട്ടരുമൊക്കെ ആയിട്ട് വളരെ അധപ്പതിച്ച ഒരു കാലഘട്ടം അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അവരോട് ഇപ്രകാരം ഉപദേശിക്കുന്നത്. അതേ നാം ഓർക്കണം, ഇന്നും സഭ അതിൻ്റെതായ അധികാരം കാത്തുസൂക്ഷിക്കാത്തത് കൊണ്ട്, അതിൻ്റെതായ വിശുദ്ധി കാത്തുസൂക്ഷിക്കാത്തത് കൊണ്ട്, ദൈവവചനത്തിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കാത്തത് കൊണ്ട് പാപം അനേക ഇടങ്ങളിൽ പെരുകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അതേപോലെ മറ്റ് പലവിധമാകുന്ന അധികാര മോഹങ്ങൾ ഇതെല്ലാം പെരുകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ യഥാർത്ഥമായിട്ട് സഭ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ, ആ മിഷനിൽ, ആ അധികാരത്തിൽ മുൻപോട്ട് പോകുമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു പാപിക്കും സഭയിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ അധികാരം, അതിൻ്റെ വിശുദ്ധിയിൽ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിനായിട്ട് ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി, മണ്ണിൽ പ്രജാപതി രക്തം ചിന്തി യാഗമായി എനിക്കായി നീ ക്രൂശിതനായി. കാൽവരിയിൽ യാഗമായി ആദിയിൽ വചനമുണ്ടായി, വചനം മാംസം